നമ്മൾ ഊട്ടിന്ന് ഗൂഡല്ലൂർ റൂട്ടിന് ഇങ്ങനെ പോകുമ്പോൾ TR ബസർ എന്ന് പറയുന്ന ഒരു ഗ്രാമം കാണാം. അപ്പൊ ഈ ഗ്രാമത്തില് ഇതുണ്ട്, ചെറിയൊരു കട കാണാം. ഇവിടെ ചോളം പുഴുങ്ങിയതാണ്. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ചോളം പുഴുങ്ങിയെടുക്കുന്ന ഒരു ചായക്കടയൊക്കെയാണ്. ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, എങ്ങോട്ട് നോക്കിയാലും പച്ച പട്ടു വിരിച്ചിരിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. നല്ല അടിപൊളി പൈൻ മരങ്ങൾ, അതിന്റെ അരികിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു തടാകം ഇങ്ങനെ ഇതാ ഒഴുക്കി വരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാൽ ആരെയും ആകർഷിക്കുന്ന ഗംഭീരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിലെ വരുമ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ചവിട്ടി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയാൻ കാരണം വെച്ചാൽ വണ്ടിയിൽ വരുമ്പോൾ അടിച്ചു വിട്ടങ്ങ് പോകും. നമ്മൾ പെട്ടെന്നേ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചങ്ങ് പോകും. അപ്പൊ ഈ കാഴ്ചകളും കൂടെ നമ്മുടെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കാലാകാലങ്ങളായി നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മുതൽക്കൂട്ടായിട്ട് അവിടെ കിടന്നോളൂ നമ്മുടെ ഫോണിലോ സിസ്റ്റത്തിലൊക്കെ എന്നുള്ളതാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇതുണ്ടോ, ഈ പൈൻ മരങ്ങളുടെയും തടാകത്തിന്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖം. നമ്മൾ എവിടെയോ കണ്ടു മറന്ന ചില ചിത്രങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും ഊട്ടിയിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാഴ്ചകൾ. അതൊക്കെയാണ് നമ്മൾ ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാലും എന്താ ഇതേപോലുള്ള കാഴ്ചകൾ. അതാണ് ഊട്ടിയുടെ ഒരു പ്രത്യേകത. മൊട്ടക്കുന്നുകളും പൈൻ മരങ്ങളും ചെറിയ തടാകങ്ങളും തോടുകളും അരുവികളും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച.